ബി.ജെ.പി. ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ നിർമ്മിക്കുന്ന ബൗദ്ധിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ.എസ്.എസ്. സ്ഥാപക നേതാവ് കെ.ബി. ഹെഡ്ഗേവാറിൻ്റെ പേരിട്ടതിനെ ചൊല്ലി രാഷ്ട്രീയ പോര്. തറക്കല്ലിടൽ ചടങ്ങ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തടയാൻ ശ്രമിച്ചു. തറക്കല്ലിട്ട കുഴിയിൽ വാഴ നട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഫലകം തല്ലി തകർത്ത് ഡിവൈഎഫ്ഐയും പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനു പിന്നാലെ കെ.ബി. ഹെഡ്ഗേവാറിൻ്റെ കോലവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. പോലീസ് തടഞ്ഞതോടെ നഗരസഭാ വളപ്പിലേക്ക് പ്രവർത്തകർ ചാടിക്കടന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷിനെ അറസ്റ്റ് ചെയ്യാനായി കൊണ്ടുപോകുന്നതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ഇടപെട്ട് പോലീസ് വാഹനം തടഞ്ഞു. അരമണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ജയഘോഷിനെ പോലീസ് വിട്ടയച്ചു. നൈപുണ്യ വികസന കേന്ദ്രത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് അലങ്കോലപ്പെടുത്തിയെന്നാരോപിച്ച് വൈകിട്ട് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഡി.സി.സി. ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. ദേശീയവാദികൾക്കെതിരെ അനാവശ്യ പ്രസ്താവന നടത്തിയാൽ എം.എൽ.എയെ പാലക്കാട്ട് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ആർ.എസ്.എസ്. നേതാവ് കെ.ബി. ഹെഡ്ഗേവാറിൻ്റെ പേരിൽ തന്നെ കേന്ദ്രം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി കെട്ടിടം വരുന്നതിൽ എതിർപ്പില്ലെന്നും വർഗീയവാദിയായ ആർ.എസ്.എസ്. നേതാവിൻ്റെ പേര് നൽകുന്നതിലാണ് എതിർപ്പെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ പക്ഷം. സ്വകാര്യ സ്ഥാപനത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധതാ ഫണ്ട് ഉപയോഗിച്ചാണ് കേന്ദ്രം നിർമ്മിക്കുന്നതെന്നും പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ നാടകമാണെന്നുമാണ് നഗരസഭയുടെ വിശദീകരണം. എൻ വിഷനു വേണ്ടി രാജൻ, തിരുവല്ലൂർ.